പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സ്റ്റേജിൽ പറയാൻ തുടങ്ങി. പിന്നെ അതങ്ങോട്ട് മറന്നു. പിന്നെ അങ്ങനെ തമിഴിലോട്ട് വന്നു. തമിഴിലോട്ട് അത് തന്നെ തമിഴ് പഠിച്ചു കുഞ്ഞു പ്രായത്തില്. അങ്ങനെ തമിഴ് പഠിച്ചിട്ട് നേരെ തമിഴ് പോയി അതും പറഞ്ഞു. പിന്നെ അവിടെ നേരെ അതും പറഞ്ഞ് നേരെ കൊച്ചിയിലോട്ട് വന്നു. അങ്ങനെ മലയാളം എനിക്ക് പറയാൻ അറിയാം. അന്ന് തൊട്ട് എനിക്കറിയാം. അങ്ങനെ മലയാളം പറഞ്ഞു അങ്ങനെ നേരെ എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഹിന്ദിയായി. ഹിന്ദി എപ്പോഴും അയ്യോ ഇതെങ്ങനെ ഞാൻ ഹിന്ദി പഠിച്ചു പറയും അങ്ങനെ പറയുന്ന ഒരു ഫ്രീയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഹിന്ദിയൊക്കെ പറഞ്ഞു അച്ഛൻ പറയും ഇത് എഴുതിയിട്ട് അങ്ങോട്ട് അയക്കും. അപ്പൊ ഇങ്ങനെ കുറെ നേരം എഴുതും. ഫോണിൽ നോക്കി ഇത് എഴുതും. കുറെ എക്സാം ഒക്കെ പഠിക്കൂല്ലോ എഴുതിയിട്ട് അങ്ങനെ അയക്കും. അങ്ങനെ എടുത്ത് കഴിക്കും. അങ്ങനെ അയച്ചിട്ട് കുറെ നേരം അച്ഛൻ നോക്കിയാ വെരി ഗുഡ് ഇത് പഠിക്കുന്നു പറയും. അങ്ങനെ പഠിച്ച് ഞാൻ ഹിന്ദി ആക്കിയിട്ട് ഹിന്ദി പഠിച്ചപ്പോ മലയാളം മറന്നാ? അപ്പൊ എഴുതാനും വായിക്കാനൊക്കെ? പക്ഷെ മലയാളം എഴുതാനൊക്കെ വായിക്കാൻ അറിയാം. പക്ഷെ മലയാളം ഇപ്പൊ പറയാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ മലയാളത്തിന്റെ ഇടയ്ക്ക് കൂടെ മലയാളം മനസ്സിലായി. മലയാളത്തിന്റെ ഇതിനു മുന്നേ മലയാളത്തിന്റെ എവിടെയോ കേറിയ ഒരു ഹിന്ദി വരുന്നുണ്ട്. അങ്ങനെയൊക്കെ മലയാളമൊക്കെ മറന്നു കുറെ ദിവസം. അപ്പൊ മലയാളമൊക്കെ മറന്നു. പക്ഷെ ഞാൻ ഇത് നോക്കുന്നത് ഇത് മോൻ പഠിക്കുന്നതല്ല, അമ്മയെ തെലുങ്ക് പാട്ട് പഠിപ്പിക്കുന്നതാ. അമ്മ പഠിച്ചോ? തെലുങ്ക് നന്നായിട്ട് പഠിച്ചോ? തെലുങ്ക് അമ്മയ്ക്ക് അറിയാം കുറച്ച്. തെലുങ്ക് തമിഴൊക്കെ അറിയാം. അച്ഛനും അറിയാം. എല്ലാവർക്കും അറിയാം. അതുപോലെ ഹിന്ദിയും പഠിപ്പിച്ചായിരുന്നോ? ഹിന്ദി അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മ പറയും. അപ്പൊ എല്ലാവരും ചോദിക്കും അതേ ഹിന്ദി അറിയാമെന്ന് ചോദിക്കും. അപ്പൊ പറയും എല്ലാ മലയാളികളുടെ സ്ഥിരം സാധനമാണ് അത്. തമിഴിലാണെങ്കിൽ കൊഞ്ചം ഹിന്ദിയിലാണെങ്കിൽ തോടാത്തോട, തെലുങ്കിലാണെങ്കിൽ എന്താ വരിക? കൊഞ്ചാണ് തെലുങ്ക് ആണാ? ഓക്കെ. വേറെ ഏതൊക്കെ ഭാഷ അറിയാമോ? പിന്നെ നമ്മള് നേരെ ഇംഗ്ലീഷിലോട്ട് പോവാണ്. ഇനിയിപ്പം അടുത്ത മാസം 31 നമ്മൾ പോവാണ് സൗത്ത് ആഫ്രിക്ക പോവാണോ? അതാണ് നേരത്തെ പറഞ്ഞത് ഇംഗ്ലീഷ് പാട്ടൊന്നും ഇവിടെ അല്ല, ഞാൻ അങ്ങ് സൗത്ത് ആഫ്രിക്കയിലെ പോയിട്ടേ പാടുള്ളൂ എന്ന്. അത് ശരി. അപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ പോവാ. പിന്നെ അവിടെ എല്ലാം കറങ്ങിയിട്ട് പിന്നെ മറ്റേ അവിടുത്തെ സ്ഥലവും പിന്നെ ദുബായ് അവിടുത്തെ എല്ലാം കറങ്ങാൻ പോകും. ഞാൻ ഇവിടെ കൊച്ചിയിൽ ഇരുന്ന് വെയിലും മഴയും കൊണ്ടിരിക്കുന്നു. 7ാം വയസ്സിൽ പയ്യൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടോ? അടിപൊളി. ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? ഇതേപോലെ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് പോയിട്ട് വലിയ പ്രോഗ്രാം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്? എനിക്ക് ദുബായിൽ പോയി പ്രോഗ്രാം ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിപ്പോ സാധിച്ചില്ലേ? ഡേറ്റ് കൺഫേം അല്ലേ? ഇനി ഫ്ലൈറ്റ് ബുക്ക് ചെയ്താൽ മതി. ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ബാക്കി എല്ലാം സെറ്റാണ്. ഓക്കെ ശരി. അപ്പൊ ഞാൻ ഇനി കൂടുതൽ മോനെ പിടിച്ചു നിർത്തുന്നില്ല. മോനെ ഇനി കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ? ഇത് കഴിഞ്ഞ അടുത്തത് എങ്ങോട്ടാ ഇനി? അത് കഴിഞ്ഞിട്ട് നേരെ മറ്റേ അവിടുത്തെ സ്ഥലം സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞ പിന്നെ അല്ല ഇവിടുന്ന് നേരെ എങ്ങോട്ടാ പോണേ? ഇനി ഇവിടുന്ന് നേരെ മുംബൈ. വീണ്ടും മുംബൈ. അവിടെ എന്തോ ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അല്ലല്ല അവിടെ എന്തോ ഹർഷയുടെ പാട്ടൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അതിന്റെ ഷൂട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ വീണ്ടും മുംബൈ.